ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നവംബർ 21 വെള്ളിയാഴ്ച വിവിധ ഭാഷകളിലായി ഒട്ടനവധി സിനിമകളാണ് തിയേറ്ററിലെത്തിയത്. പൃഥ്വിരാജ് നായകനായി നവാഗതനായ ജയൻ നമ്പ്യാർ സംവിധാനം ചെയ്ത വിലായത്ത് ബുദ്ധ എന്ന സിനിമയാണ് മലയാളത്തിൽ നിന്ന് പ്രധാനമായും ഇന്ന് തിയേറ്ററിലെത്തിയത്. സിനിമയിൽ ഷമ്മി, തിലകൻ, പൃഥ്വിരാജ്, സുകുമാരൻ എന്നിവർക്ക് മികച്ച കൈയടി കിട്ടുന്നുണ്ടെങ്കിലും പൊതുവെ തിരക്കഥയിലും മേക്കിങ്ങിലും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലുമെല്ലാം സിനിമ പാളിപ്പോയി എന്ന അഭിപ്രായം പൊതുവെ ഉയർന്നു വന്നിട്ടുണ്ട്. കേരളത്തിൽ ആദ്യ ദിവസം പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം ഈ സിനിമ 65 ലക്ഷം രൂപ നേടിയെടുത്തിരുന്നു. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1,65 ലക്ഷം റേഞ്ചിലാണ്. ആദ്യ ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2.5 കോടി റേഞ്ചിലുമാണ്. വളരെ മികച്ച തുടക്കം തന്നെയാണ് കളക്ഷന്റെ കാര്യത്തിൽ വിലായത്ത് ബുദ്ധ നേടിയെടുത്തിരിക്കുന്നത്. കിഷ്കിന്ദ കണ്ടം ടീമിന്റെ ഏറ്റവും പുതിയ മലയാള സിനിമയായ എക്കോ ഇന്ന് തിയേറ്ററിലെത്തിയിരുന്നു. ബാഹുൽ രമേശ് തിരക്കഥ, ഛായാഗ്രഹണം എന്നിവ നിർവഹിച്ച ഈ സിനിമ ദിൻജിത്ത് അയ്യത്താനാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. സന്ദീപ് പ്രദീപ്, വിനീത്, നരേൻ, ബിനു പപ്പു, ബിയാന മോമിൻ, അശോകൻ എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. എബോ ആവറേജ് ഡീസന്റ് പോസിറ്റീവ് അഭിപ്രായമാണ് ഈ സിനിമ നിലവിൽ നേടിയെടുത്തിട്ടുള്ളത്. ഈ സിനിമ കേരളത്തിൽ പ്രീസെയിൽ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ ഇന്നലെ നേടിയെടുത്തിരുന്നത് 17 ലക്ഷം രൂപയായിരുന്നു. ഈ സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള കളക്ഷൻ 65-70 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1,40 ലക്ഷം റേഞ്ചിലുമാണ്. മിലാദ് സാവേരി തിരക്കഥ സംവിധാനം ചെയ്ത മാസിൽ 4 എന്ന ബോളിവുഡ് സിനിമ ഇന്ന് തിയേറ്ററിലെത്തിയിരുന്നു. റിതേഷ് ദേശ്മുഖ്, വിവേക് ഒബ്രോയി, എല്ലാസ് നൂറൌസി, അഫ്താബ് ശിവദാസാനി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ ആദ്യ ദിവസം ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 2,70 ലക്ഷം രൂപയാണ്. വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 3.5-4 കോടി റേഞ്ചിലുമാണ്. ഇന്ന് തിയേറ്ററിലത്തെ പ്രധാനപ്പെട്ട ബോളിവുഡ് സിനിമയാണ് ഒൻറ്റൻറ്റി ബഹാദൂർ. രാജീവ് ജി മേനോൻ തിരക്കഥ എഴുതിയ ഈ സിനിമ രജനീഷ് ഗായിയാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഫർഹാൻ അക്തർ, രാശി ഖന്ന, വിവാൻ ഫത്തേന, അങ്കിത് സിവാച്ചി എന്നിങ്ങനെയാണ് പ്രധാന താരങ്ങൾ. ഈ സിനിമ ആദ്യ ദിവസം ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 2,20 ലക്ഷം രൂപയാണ്. ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 3 കോടി റേഞ്ചിലുമാണ്. നവാഗതനായ വികണ്ണൻ അശോക് തിരക്കഥ സംവിധാനം ചെയ്ത മാസ്ക് എന്ന തമിഴ് സിനിമ ഇന്ന് തിയേറ്ററിലെത്തിയിരുന്നു. വെട്രിമാരൻ നിർമ്മിച്ച ഈ സിനിമയിൽ കെവിൻ, ആൻഡ്രിയ ജെറമിയ, റുഹാനി ശർമ്മ, ബാലശരവണൻ, ജോർജ് മെരിയൻ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ തമിഴ്നാട് കളക്ഷനായി ഇന്ന് നേടിയെടുത്തിരിക്കുന്നത് 70 ലക്ഷം റേഞ്ചിലാണ്. ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ഇന്ന് ഈ സിനിമ പ്രതീക്ഷിക്കുന്നത് 1 കോടി റേഞ്ചിലുമാണ്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് നിലവിൽ പുറത്തു വന്നിട്ടില്ല. പ്രണവ് മോഹൻലാൽ നായകനായി രാഹുൽ സദാശിവൻ തിരക്കഥ സംവിധാനം ചെയ്ത് ഒക്ടോബർ 31 തിയേറ്ററിലെ മലയാള സിനിമയാണ് DS ഇഗ്രെ. ചിത്രം ഇന്നലെ വ്യാഴാഴ്ചയോടെ ആദ്യ 21 ദിവസം പൂർത്തിയാക്കി 22ാം ദിവസമായ 4ാമത്തെ വെള്ളിയാഴ്ചയിലേക്കാണ് ഇന്ന് എത്തി നിൽക്കുന്നത്. ഇന്നലെ വ്യാഴാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 24,75,000 രൂപയായിരുന്നു. അങ്ങനെ 21 ദിവസം കൊണ്ട് കേരളത്തിൽ 37,08 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ 22ാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ച കേരളത്തിൽ 15 ലക്ഷം റേഞ്ചിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 37,20 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തി നിൽക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 81,50 ലക്ഷം റേഞ്ചിലും എത്തിച്ചേർന്നിട്ടുണ്ട്. ദുൽഖർ സൽമാൻ നായകനായി സെൽവമണി സെൽവരാജ് തിരക്കഥ സംവിധാനം ചെയ്ത് നവംബർ 14 വെള്ളിയാഴ്ച തിയേറ്ററിലെ തമിഴ് സിനിമയാണ് കാന്ത. ഈ സിനിമ 7ാം ദിവസമായ ഇന്നലെ വ്യാഴാഴ്ച കേരളത്തിൽ 30 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ ആദ്യ 7 ദിവസം കൊണ്ട് 4,60 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ 8ാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ച കേരളത്തിൽ 20 ലക്ഷം റേഞ്ചിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആദ്യ 8 ദിവസം കൊണ്ട് 4,80 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 7 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 22,75 ലക്ഷം രൂപയും വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 32,75 ലക്ഷം രൂപയുമാണ്. 8ാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ചയോടെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 34,50 ലക്ഷം റേഞ്ചിലുമാണ്. ഈ സിനിമകളെക്കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.